അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ജെഎസ് പ്രോജക്റ്റ് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്യൂട്ടോറിയൽ ഏകദേശം തീരാറായി. ഇനി നമുക്ക് ഈ പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്യണം. പക്ഷെ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യം ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഇതിൽ നമുക്കൊരു ടൈറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനും കൊണ്ടുവരണം വെബ്സൈറ്റിൽ. ഇപ്പം നിങ്ങൾ നോക്കിയേന് ഇവിടെ നമ്മുടെ ടൈറ്റിൽ ഉണ്ടോ? ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ URL ആണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹെഡ് ടാഗിനകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. സോ അത് ആക്ച്വലി നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇതിൽ നമ്മളിവിടെ ഇൻഡെക്സ് പേജ്, അതായത് നമ്മളെ മെയിൻ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോം പേജ്. ഈ ഹോം പേജിനകത്താണ് നമ്മളിവിടെ എന്താ മീറ്റപ്പ് ലിസ്റ്റ് ഐറ്റം ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഒരു ഹെഡ് ടാഗ് എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു ഫ്രാഗ്മെന്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഫ്രാഗ്മെന്റ് അകത്തായിരിക്കും സാധനം വരുന്നത്. ഇവിടെ ഒരു ബ്രാക്കറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ടൈറ്റിലൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഹെഡ് എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മളിവിടെ കൊണ്ടുവരും. ഇത് ആക്ച്വലി നെക്സ്റ്റ് ജെഎസിനകത്ത് വരുന്നൊരു മെത്തേഡാണിത്. ഓക്കെ, ഹെഡ് ഫ്രാഗ്മെന്റ് അകത്ത് വയ്ക്കാം. ഓക്കെ, ഇതിനകത്ത് ചിൽഡ്രൻ മിസ്സിംഗ് ആണ്, കാരണം ഇതൊരു മാൻഡറ്ററി സാധനമാണ് നമ്മളിവിടെ ഹെഡ് എലമെന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇവിടെ നമ്മളിവിടെ ടൈറ്റിൽ കൊണ്ടുവരും. ഓക്കെ, ടൈറ്റിൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ജെഎസ് മീറ്റ്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ നമ്മളിവിടെ ഒരു മെറ്റ യൂസ് ചെയ്യും. അതിനകത്ത് നമ്മൾ നെയിം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ, പിന്നെ നമ്മളിവിടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാം. വെൽക്കം ടു നെക്സ്റ്റ് ജെഎസ് മീറ്റപ്പ് വെബ്സൈറ്റ് എന്നുള്ളത്. ഓക്കെ, ഇത്ര സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹെഡ് എലമെന്റിനകത്ത് നമ്മുടെ ഇവിടെ ഡിസ്ക്രിപ്ഷനും വന്നിട്ടുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ വെൽക്കം ടു നെക്സ്റ്റ് ജെഎസ് മീറ്റപ്പ് വെബ്സൈറ്റ്. ഇനി അടുത്ത ഓൾ മീറ്റപ്സ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആഡ് ന്യൂ മീറ്റപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും എനിക്ക് വേണ്ട URL ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെയും ടൈറ്റിൽ മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ എവിടെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ന്യൂ മീറ്റപ്പിൻ്റെ അകത്താണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ ആ സാധനം കൊണ്ടുവരണം. ഇവിടെ ഒരു ഫ്രാഗ്മെന്റ്, ഇവിടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇവിടെ നമ്മൾ ഹെഡ് സാധനം കൊടുക്കണം. ഇവിടെ നമ്മളെ ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ആഡ് ന്യൂ മീറ്റ്. ഓക്കെ, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ അല്ല, നെയിം. ഓക്കെ, നെയിം ആഡ് ന്യൂ മീറ്റ്. അപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നെയിം ആഡ് ന്യൂ മീറ്റപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഓൾ മീറ്റപ്സിൽ പോയിട്ട് നമുക്കിവിടെ ഷോ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇവിടെ നമ്മുടെ URL കഴിഞ്ഞിട്ട് നമ്മൾ ID ആണ് വരുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ മറ്റേ ഈ ഒരു സെയിം സാധനം നമുക്ക് കൊണ്ടുവരാം. അത് നമ്മളിവിടെ മീറ്റപ്പ് ഡൈനാമിക് പേജിനകത്താണ് വരുന്നത്. അതിൽ നമ്മുടെ റിട്ടേൺ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഹെഡ് നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം.
ഓക്കെ, ടൈറ്റിൽ മാറ്റിയിട്ട് ഇവിടെ ആക്ച്വലി ഡൈനാമിക് പേജ് ആയതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഹാർഡ് കോഡ് ചെയ്ത നെയിം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പകരം നമുക്ക് ഡൈനാമിക് വാല്യൂം കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വരുന്ന ടൈറ്റിൽ ഉണ്ടല്ലോ, props.btubs.title, ഈ ഒരു സാധനം തന്നെ നമുക്ക് ടൈറ്റിലിനും കൊടുക്കാം. ഓക്കെ, നെയിമിനെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊണ്ടുവരാം, ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, മീറ്റപ്സിൽ ടൈറ്റിൽ നമുക്കിപ്പോൾ ടൈറ്റിൽ അഡ്രസ്സ് ഇമേജ് മാത്രമേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഡൈനാമിക് വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, _context is null, import head സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഹെഡ് എലമെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നെയിമും കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ നമുക്ക് വേറെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടൈറ്റിൽ ആലപ്പുഴ എന്ന് വരും. അതുപോലെ നമ്മുടെ ഇവിടെ ഹെഡിനകത്ത് മെറ്റാ നെയിമിനകത്തും നമ്മുടെ വാല്യൂ വരുന്നുണ്ട്. സോ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു ടാബിന്, ഓരോ ടാബിന് ഇങ്ങനെ എന്താ പറയുക, ഓരോ പേജിനും ഓരോ ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ അതുകൊണ്ട് ഒരു മീനിങ് ഫുൾ ആയിരിക്കും. അതാകുമ്പോൾ വേറെ ഒരു യൂസർ ഈ വെബ്സൈറ്റിൽ കാണുമ്പോൾ ആക്ച്വലി ഒരു യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അവർക്ക് അറിയാൻ വേണ്ടിയാണ് ആ പേജ് എന്താണ് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഹെഡ് എലമെന്റ് വെച്ച് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ഡിപ്ലോയ് ചെയ്യാം. ഡിപ്ലോയ് ചെയ്യുന്നത് നമ്മൾ വേറൊരു റിമോട്ട് സെർവറിലായിരിക്കും ഡിപ്ലോയ് ചെയ്യുന്നത്. സോ അത് ഡിപ്ലോയ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് ലോക്കൽ മെഷീനിലാണ്. സോ എനിക്ക് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രോജക്റ്റിനെ പിടിച്ചങ്ങ് ഡിപ്ലോയ് ചെയ്യണം. സോ ഡിപ്ലോയ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.